തെറ്റിദ്ധാരണാജനകമായ വാർത്തയിൽ സത്യമില്ലെന്നല്ല, ഒരു വലിയ തെറ്റിദ്ധാരണ സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഒരു വാർത്ത വരികയും ആ വാർത്തയുടെ അവസാന ഭാഗത്ത് ഈ സിനിമ നിന്നു പോകാം ഒരു പക്ഷേ എങ്ങനെ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഫണ്ടില്ലാത്ത പേരിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന UK എന്നുള്ള ആൾക്കാരുടെ കയ്യിൽ ഫണ്ട് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഒന്ന് UK യിലുള്ള ഒരാൾ മാത്രമല്ല, ഖത്തറിലുള്ള സലീമയ്ക്കയും ഇതിൻ്റെ ഒരു നിർമ്മാതാവാണ്. അപ്പോൾ ഇവരുടെ അങ്ങനെ ഷൂട്ട് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ശ്രീലങ്കയിൽ ഷൂട്ട്, ബാക്കുവിൽ ഷൂട്ട്, ദുബായിൽ ഷൂട്ട്. പിന്നെ എനിക്ക് തന്നെ അറിയാം, ഞാനിപ്പം ഷാർജയിൽ ഷൂട്ട് സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ടെക്നിക് ഷൂട്ട് മമ്മൂക്ക ഇങ്ങനെ ഓടി നടന്ന് വർക്ക് ചെയ്യാണ്. കാരണം മമ്മൂക്ക ഈ ഒരു പ്രൊഡ്യൂസറുടെ പ്രശ്നങ്ങൾ കൂടി മനസ്സിലാക്കി നിൽക്കുന്ന ഒരാളായതുകൊണ്ടും ഇപ്പോൾ ഹിന്ദി സിനിമയിലൊരു നടനെ എഴുതുമ്പോൾ രജനികാന്ത് അഭിനയിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ അഭിനയിക്കുന്ന പോലെ ഫ്രീ ആയിട്ട് അദ്ദേഹത്തിനോട് അഭിനയിക്കാൻ പറ്റത്തില്ല. കാരണം നമുക്ക് മലയാള സിനിമയാണ്, ഇതിന് ബഡ്ജറ്റ് ഒരു പ്രശ്നമാണ്. അദ്ദേഹത്തിന് ഒരു ദിവസം വേണമെങ്കിൽ 10 സെക്കൻഡോ 20 സെക്കൻഡോ വരുന്ന ഒരു ഷോട്ട് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് റെസ്റ്റ് എടുക്കാം. പക്ഷേ ഇത് ഇത്ര സമയബന്ധിതമായി തീർക്കണമെന്ന ചിന്ത പുള്ളിക്കുണ്ടായതുകൊണ്ടും എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. അത് ഒരു ദിവസം ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തന്നെ ഫോൺ വിളിച്ച് സംസാരിച്ച് ടെൻഷൻ അടിക്കുന്നത് റൂമിനകത്ത് മമ്മൂക്ക ഭയങ്കര ദേഷ്യത്തിലാണെന്ന് ഞങ്ങളെല്ലാം പുറത്ത് നിൽക്കുമ്പോൾ അന്നച്ചേട്ടൻ വന്ന് പറയുന്നു മമ്മൂക്ക ഭയങ്കര ടെൻഷനിലാണ്. കാരണം സിനിമയുടെ ബഡ്ജറ്റ് കൂടാനും പാടില്ല. അപ്പോൾ അദ്ദേഹം അതിലും കൂടെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പിന്നെ